ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ സെമ്മിന് പുതുതായിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അതിലൊന്നാണ് ഹീമോഗ്ലോബിൻ, രണ്ടാമത്തത് ക്ലോറോഫിൽ, മൂന്നാമത്തത് വിറ്റാമിൻ B12. ഇപ്പോൾ ക്ലോറോഫിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ ഏതാണ്? മാഗ്നീഷ്യം. പിന്നെ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള മെറ്റൽ ഏതാണ്? അയൺ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ, ഈ കോമ്പൗണ്ടുകളൊക്കെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് ലീഡ് ചെയ്ത, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് ലീഡ് ചെയ്ത ചില എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്നും പറയാനുള്ളത് പോലെ പണ്ട് ഈ കെമിസ്റ്റിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് സോൾട്ട് എന്ന് പറയുന്ന സാധനം നമുക്കറിയാവുന്ന സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. പക്ഷേ സോഡിയം ക്ലോറൈഡ് മാത്രമല്ല സാൾട്ട്, ഒരുപാട് സാൾട്ട് ഉണ്ട്. അപ്പോൾ അതിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ട്, കൊബാൾട്ട് ക്ലോറൈഡ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവരൊരു ഹോബി എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ രണ്ട് സാൾട്ട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്തിട്ട്, അതായത് വെള്ളത്തിലാണ് ഇവർ മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതൊന്ന് തണുപ്പിച്ച് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സാൾട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ പല സാധനങ്ങൾ ഇവർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട സോൾട്ടാണ് ക്രോമിയം ക്ലോറൈഡ്, കൊബാൾട്ട് ക്ലോറൈഡ്, പല്ലാഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പം സാൾട്ട് അല്ലാത്ത സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യും. ഉദാഹരണത്തിന് അമോണിയ. ചിലപ്പോൾ ഈ സാൾട്ട് ഇവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അതിനെ ചൂടാക്കി വറ്റിച്ച് നോക്കും, അല്ലെങ്കിൽ അത് തണുപ്പിച്ച് നോക്കും. ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് സോൾട്ട് മിക്സ് ചെയ്തിട്ട് പുതിയ സാൾട്ട് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് എന്തുണ്ടായത്, ഈ ഇതുണ്ടല്ലേ മോർ സാൾട്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ടൈട്രേഷനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോർ സാൾട്ട് എന്ന് വെച്ചാൽ, ഫെറിക് സൾഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും ഒരു മിശ്രിതമാണ്. പക്ഷേങ്കിൽ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരൊറ്റ സോളിഡ് കോമ്പൗണ്ടായിട്ട് എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ മോർ സാൾട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ കാർണലൈറ്റ് എന്ന് പറയുന്ന സാധനം പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെയും മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അത് ഒരൊറ്റ സോളിഡായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവരിങ്ങനെ ഇങ്ങനത്തെ സാൾട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കി അങ്ങനെയൊക്കെ പഠിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ മിക്സ്ഡ് രണ്ടോ ഒന്നോ അതിലധികമോ സാൾട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ്, രണ്ട് തരം കോമ്പൗണ്ട്സ് ഉണ്ട്. There are two types of compounds. One is called double salt and the other one is called metal complexes. So what is the difference between double salt and metal complex if you ask? Double salt, if you take it, it has a property in its solid state. Whereas if it is dissolved in water, it has got a different property. അപ്പോൾ അതങ്ങനെ പറയുന്നത് വെച്ചാൽ, a salt that keeps its identity only in solid state is called a double salt, and in solution they dissociate into components of ions. അപ്പോൾ മോർ സാൾട്ട് എടുത്താൽ നമുക്ക് ഫെറസ് സൾഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതം ആയതുകൊണ്ട് തന്നെ ഫെറസ് അയോണും കിട്ടും, സൾഫേറ്റ് അയോണും കിട്ടും. അതേപോലെ തന്നെ അമോണിയ അയോണും കിട്ടും. അതേ സ്ഥാനത്ത് മോർ സാൾട്ട് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലെടുത്താൽ ഇങ്ങനത്തെ അയോൺസിനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് കാർണലൈറ്റ് എടുത്താലോ പൊട്ടാഷ്യം അയോണ് കിട്ടും, മഗ്നീഷ്യം അയോണ് കിട്ടും, ക്ലോറൈഡ് അയോണ് കിട്ടും. അപ്പോൾ ആകെ വിഘടിച്ചു പോകും.
Whereas if you take a salt which is called as metal complexes or coordination compounds. So what is a complex, metal complex? The salt that keeps its identity both in solid and solution state is called a complex salt. ഉദാഹരണത്തിന് K4FeCN6, അതിന് പറയുന്ന പേരാണ് പൊട്ടാഷ്യം ഫെറോസയനൈഡ്. ഈ പൊട്ടാഷ്യം ഫെറോസയനൈഡ് സോളിഡിലെടുത്താലും അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താലും ഇതിൽ പൊട്ടാഷ്യം അയോൺ ഉണ്ടാവും, ഫെറോസയനൈഡ് അയോൺ ഉണ്ടാവും. ബട്ട് യു വോണ്ട് ഗെറ്റ് എ സയനൈഡ് അയോൺ സെപ്പറേറ്റ്ലി. കാരണം ഈ സയനൈഡ് അയോൺ എന്നുള്ള പറയുന്ന സാധനം ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് മെറ്റൽ കോംപ്ലെക്സ്, ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ഡിസോസിയേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതുപോലെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. പൊട്ടാഷ്യം ക്ലോറോപ്ലാറ്റിനേറ്റ്, അതുപോലെ ടെട്രമീൻ കോപ്പർ സൾഫേറ്റ് ഒന്നാമത്തത്, പിന്നെ നിക്കൽ കാർബണൈൽ, പിന്നെ അവസാനം കാണുന്നൊരു കോമ്പൗണ്ട് അതിന് സിപ്ലാറ്റിൻ എന്നാണ് പറയുക. അതിൻ്റെ ശരിക്കുള്ള പേര് ഡൈ അമിനോ ഡൈക്ലോറോ പ്ലാറ്റിനം എന്നാണ്. അതൊരു ന്യൂട്രൽ കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ അവസാനം കാണിച്ച ഈ കോമ്പൗണ്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുക, അതിൻ്റെ സ്ട്രക്ചറൊക്കെ എഴുതി നോക്കുക. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾക്ക് മെറ്റൽ കോംപ്ലെക്സ് എന്ന് പറയും. അപ്പോൾ മെറ്റൽ കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റീറ്റെയിൻ ദ ഐഡൻറ്റിറ്റി whatever it is there in solid state in aqueous solution also. Okay. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതായത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് കുറച്ച് ഇൻഫർമേഷൻ തന്ന ആളെ പേരാണ് ആൽഫ്രഡ് വെർണർ. ഈ ആൽഫ്രഡ് വെർണറിൻ്റെ ഫുൾ വർക്ക് അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും, മെറ്റൽ കോംപ്ലെക്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും, അത് ക്യാരക്ടറൈസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും, അത് വെച്ചിട്ട് കുറേ എക്സ്പെരിമെൻ്റ് ചെയ്യും. അപ്പോൾ അതിൽ അയാൾ ഇൻട്രഡ്യൂസ് ചെയ്ത 2 കൺസെപ്റ്റാണ് ഓൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ഹാവിങ് a primary valence and a secondary valence. അപ്പോൾ പ്രൈമറി വാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രൈമറി വാലൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി വാലൻസും സെക്കൻഡറി വാലൻസും ആർക്കാ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റൽ ഇൻവോൾവ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഴയ സ്ലൈഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കോമ്പൗണ്ട്, അതിലെ കോർഡിനേഷൻ കോംപ്ലെക്സിലെ മെറ്റൽ അയണാണ്, പൊട്ടാഷ്യം ഫെറോസയനൈഡ്. ഈ കോപ്പർ ടെട്രമീൻ കോപ്പർ സൾഫേറ്റിലെ ഇത് കോപ്പറാണ്. അപ്പം ഈ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത് ദ മെറ്റൽ ഈസ് ഹാവിങ് 2 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. വൺ ഈസ് പ്രൈമറി വാലൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി വാലൻസ്. ഇപ്പോൾ പ്രൈമറി വാലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മിയർലി ദി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ മെറ്റലിൻ്റെ മുകളിലുള്ള ചാർജിനെയാണ് നമ്മൾ പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു 2-3 സോൾട്ട് എടുക്കുകയാണ്. ഒന്ന് CrCl3, രണ്ടാമത്തത് COCl2, മൂന്നാമത്തത് PdCl2. ഈ കോമ്പൗണ്ടൊക്കെ എടുത്താൽ ഇതിൻ്റെത് +3 ആണ് പ്രൈമറി വാലൻസി, ഇതിൻ്റെത് +2 ആണ്, ഇതിൻ്റെത് അഗെയിൻ +2 ആണ്. +2 എന്ന് പറയണമെന്നില്ല, 3, 2, 2 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് അയാൾ അന്ന് ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് നോക്കാം. ഈ ആൽഫ്രഡ് വെർണർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ ഹി ഹാസ് ടേക്കൺ കൊബാൾട്ട് ക്ലോറൈഡ് COCl3 ആൻഡ് ട്രീറ്റഡ് വിത്ത് അമോണിയ. So when he treated this cobalt chloride with ammonia, he could produce 4 different types of compounds. അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 4 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കി. അയാളത് പ്യുവറായിട്ട് ഐസൊലേറ്റും ചെയ്തു. അപ്പോൾ ആ 4 ഡിഫറെൻ്റാന്ന് പറയാൻ ഒരടയാളം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ കളറ് യെല്ലോ ആയിരുന്നു,
രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ കളറ് പെർപ്പിളായിരുന്നു, മൂന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ കളറ് ഗ്രീനാണ്, നാലാമത്തത് വയലറ്റാണ്. അപ്പോൾ ഇയാൾ വേറൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു. അപ്പം 4 കോമ്പൗണ്ട് അയാൾ ഡിഫറെൻറ്റ് കളറിലുള്ള പ്രിപ്പയർ ചെയ്തു. പിന്നെ വേറൊരു കാര്യം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, ക്ലോറൈഡ് അയോണിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് AgCl കിട്ടും. വെള്ള കളറുള്ള പ്രസിപ്പിറ്റേറ്റുള്ള AgCl കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ സിൽവർ നൈട്രേറ്റ് ഒഴിച്ചിട്ട് അതിൽ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രൂഫ് ഫോർ ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് അയോൺ. അപ്പോൾ നമ്മൾ ഒരു മോള് ഈ ഓരോ കോമ്പൗണ്ടും 1 മോൾ എടുത്ത് വെക്കുക. സോ ഹി ടുക്ക് 1 മോൾ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എക്സസ് എമൗണ്ട് ഓഫ് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതെന്തിനാ കൂടുതൽ എമൗണ്ട് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ എത്ര ക്ലോറൈഡ് അയോൺ ഉണ്ടോ അത് ഫുള്ളും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അയാൾ കണ്ടത് ഈ കോമ്പൗണ്ട് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. എത്ര? 3 മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഈ കോമ്പൗണ്ട് 2 മോൾ ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഈ കോമ്പൗണ്ട് 1 മോൾ ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഇതും 1 മോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൈമറി വാലൻസിയാണ് ഫ്രീ ആയിട്ടുള്ള ക്ലോറൈഡ് അയോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി വാലൻസി 3 ആണ്, ഇതിൻ്റെ 2 ആണ്, ഇതിൻ്റെ 1 ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഫ്രീ ആയിട്ടുള്ള ക്ലോറൈഡ് അയോണാണ് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അമോണിയയുടെ അളവ്, കോമ്പൗണ്ടിലുള്ള അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തും ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് മോൾസും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇയാൾ വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സ് എന്ന് പറയും. ആ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സിൽ ഇയാൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടിൻ്റെ, അതായത് ഈ ഫസ്റ്റ് കോമ്പൗണ്ടിൽ എത്ര മോൾസ് ഓഫ് അയോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മോൾ എടുത്താൽ അതിൽ 4 മോൾ അയോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ 1:3 ആണ്. 3 റെപ്രസെൻറ്റ്സ് ക്ലോറൈഡ് അയോൺ. വേറെ എന്തോ ഒരു സാധനം ഉണ്ട്, ഒരൊറ്റ അയോണേ ഉള്ളൂ, അത് 1 മാത്രമേ ഉള്ളൂ, അത് 1 മോളാണ്. അപ്പോൾ ഈ കേസിൽ 1:2 ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോറൈഡ് അയോൺ 1 കുറഞ്ഞു, അതാണ് കുറഞ്ഞത്, ഇവിടെ 2 ആയി. പക്ഷേ മറ്റേത് എന്തുണ്ട്, 1 അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെയും 1:1 ആണ്, ഇവിടെ അഗെയിൻ 1:1 ആണ്. അപ്പോൾ ഈ ഇൻഫർമേഷനിൽ നിന്ന് അപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അയാൾ ഓരോ കോമ്പൗണ്ടിൻ്റെയും ഫോമുല വരഞ്ഞു. ആ ഫോമുല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ ഫോമുല, അതായത് അയാളാണല്ലോ ഒരു കെമിസ്റ്റിൻ്റെ ധർമ്മം, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട്. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കോമ്പൗണ്ടിന് അയാൾ വരഞ്ഞത് ഇങ്ങനെയാണ്. അതായത് CONH3 6 3+, അതാണ് ആ കോംപ്ലക്സിൻ്റെ ഫോമുല. 3Cl-, അതായത് ഈ 3 പ്ലസ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3Cl-. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 5NH3 വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ? അപ്പോൾ അത് വന്നത് CONH3 6 ഇല്ലല്ലോ, 5 ആണ്. പക്ഷെങ്കിൽ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ക്ലോറൈഡ് അയോണിനെ ഉള്ളിൽ പിടിച്ചിട്ടു, ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടു, എന്നിട്ട് പുറത്തെന്താക്കിയെന്ന് വെച്ചാൽ 2Cl- ആക്കി. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ടിന് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, അവിടെ 4 ഉള്ളൂ, NH3 4 2 Cl പിടിച്ച് ഉള്ളിലിട്ടു, എന്നിട്ട് പുറത്തൊരു Cl- മാത്രമാക്കി. അപ്പോൾ ഇതിൻ്റെ ചാർജ് 2+ ആണ്, ഇതിൻ്റെത് 1+ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അയാൾ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള കൊബാൾട്ടിൻ്റെ കൂടെ
എപ്പോഴും അത് ക്ലോറിൻ ആവട്ടെ അല്ലെങ്കിൽ അമോണിയ ആവട്ടെ, യു ക്യാൻ സീ 6 ഗ്രൂപ്പ്സ്. ഫസ്റ്റിൽ 6 അമോണിയ ഉണ്ട്, ലാസ്റ്റിൽ 4 അമോണിയയും 2 ക്ലോറൈഡും ഉണ്ട്. സോ ഈ ഒരു നമ്പറിനെയാണ് അദ്ദേഹം സെക്കൻഡറി വാലൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ എന്താണ് സെക്കൻഡറി വാലൻസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ബൗണ്ട് ഡയറക്റ്റ്ലി ടു ദ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ, അത് തോന്നുമ്പോൾ ഇപ്പം സിൽവർ നൈട്രേറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന ക്ലോറൈഡ് ആയിട്ടല്ല ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ദേ ഹാവ് ഫോംഡ് എ ബോണ്ട്, ദറ്റ് ഈസ് വാട്ട് വി കോൾ കോർഡിനേറ്റ് ബോണ്ട് വിത്ത് ദ സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയാണ് ഈ മെറ്റൽ കോംപ്ലക്സിനുള്ളിലെ മെറ്റലുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യുന്നത്, ആരൊക്കെ എന്നുള്ള ആ നമ്പറിനെ സൂചിപ്പിക്കുന്ന ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. 4 പോസ്റ്റുലേറ്റാണുള്ളത് വെർണേഴ്സ് തിയറിക്ക്, വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ ദി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെറ്റൽ ഷോസ് 2 ടൈപ്സ് ഓഫ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ വാലൻസസ്. അതിന് പറയുന്ന പേര്, ഒന്ന് പ്രൈമറിയാണ്, രണ്ടാമത്തത് സെക്കൻഡറിയാണ്. ദി പ്രൈമറി വാലൻസസ് ആർ നോർമലി അയനൈസബിൾ ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലും നമ്മൾ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനം കാണിച്ചു. ആ മെറ്റൽ കോംപ്ലക്സിനുള്ളിലെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ശരിക്ക് ഈ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിപ്പം വെർണേഴ്സ് തിയറി പറയുക, പ്രൈമറി വാലൻസസ് ആർ നോർമലി അയലൈസബിൾ ആൻഡ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. മെറ്റലിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, അപ്പോൾ നെഗറ്റീവ് ചാർജ് വെച്ചിട്ടേ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡറി വാലൻസസ് ആർ നോൺ അയണൈസബിൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ അയണൈസ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ബോണ്ടഡ് ടു ദി സെൻട്രൽ ആറ്റം. അതിവിടെ പറയണ്ട. ദീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ ദ സെക്കൻഡറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അയാൾ അന്ധകാലത്ത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പം നമുക്കറിയാം, ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഈ ഇലക്ട്രോൺ പെയർ കൊടുക്കുന്നത് ആരാണോ അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. സോ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുന്ന വാട്ടറിന് 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, മൂപ്പർക്കൊന്ന് കൊടുക്കാം. സോ ഇറ്റ് കുഡ് ബി എ ന്യൂട്രൽ ഓർ ഇറ്റ് കുഡ് ബി എ നെഗറ്റീവ് അയോൺസ്. ആൻഡ് ദ സെക്കൻഡറി വാലൻസ് ഈസ് ഈക്വൽ ടു ദി കോർഡിനേഷൻ നമ്പർ ആൻഡ് ഫിക്സ്ഡ് ഫോർ എ മെറ്റൽ. ഇതങ്ങനെ മാറില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോ ഫോർ എക്സാമ്പിൾ വി വർ ടോക്കിംഗ് അബൌട്ട് ദി കൊബാൾട്ട്, ഹെക്സമീൻ കൊബാൾട്ട്, ആദ്യത്തെ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് എടുത്താൽ അതിന് 6 കോർഡിനേഷൻ നമ്പർ. ആദ്യത്തെ കോമ്പൗണ്ട് അല്ല, എല്ലാ കോമ്പൗണ്ട് എടുത്താലും അതിൽ 6. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആവുന്ന സ്ഥിതിക്ക് ഈ 6 ഗ്രൂപ്പും വിച്ച് സാറ്റിസ്ഫൈ ദി സെക്കൻഡറി വാലൻസി വിൽ ബി നിയർ ടു ദി മെറ്റൽ. അതായത് ആ മെറ്റൽ കോംപ്ലക്സിൻ്റെ ഉള്ളിലെ മെറ്റലിനടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർ നിൽക്കുന്ന ഒരു ഷേപ്പ് ഉണ്ട്, ഒരു 3 ഡയമെൻഷനൽ റീജിയനിൽ. അപ്പോൾ ദേ കോൺട്രിബ്യൂട്ട് എ പെർട്ടിക്കുലർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. അതാണ് 4ാമത്തെ പോയിന്റ്. ദ അയോൺസ് ഓർ ഗ്രൂപ്പ് ബൗണ്ട് ബൈ ദ സെക്കൻഡറി ലിങ്കേജ് ടു ദ മെറ്റൽ ഹാവ് ക്യാരക്ടറിസ്റ്റിക് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കറസ്പോണ്ടിങ് ടു ദി ഡിഫറെൻറ്റ് കോർഡിനേഷൻ നമ്പേഴ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇതിലെ ടേംസൊക്കെ. അപ്പോൾ നമ്മളൊരു മെറ്റൽ കോംപ്ലക്സ് എടുത്താൽ, ഇതാണ് മെറ്റൽ കോംപ്ലക്സ്. അപ്പോൾ ഇതിൽ വന്ന മെറ്റൽ കോംപ്ലക്സ് ഏതാണെന്ന് വെച്ചാൽ ഈ സാധനമാണ്, അതായത് COCl2NH3 അപ്പോൾ അതൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ Cu2+ അല്ല, സെൻട്രൽ മെറ്റൽ ആറ്റം CO2+ ആണ്. CO2+ അല്ലത് 3+ ആണ്. അതെങ്ങനെയാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, പിന്നെ ഇവിടെ 1 ക്ലോറിൻ ഉണ്ട്. അപ്പം ക്ലോറിൻ എല്ലാം മൈനസ് ചാർജാണ്. അപ്പോൾ 3 × -1 = -3. ഈ -3നെ ബാലൻസ് ചെയ്യുന്ന ഒരു ചാർജ് ആയിരിക്കും +3. സോ ദ ചാർജ് ഓൺ ദ കോംപ്ലക്സ് അയോൺ ഈസ്
+3. പിന്നെ കോംപ്ലക്സ് അയോണിൻ്റെ മുകളിലെ ചാർജ് 1 ആണ്. കാരണം ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഈ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തിട്ടുള്ള 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് ഇതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം പോയി +1 ആണ്. പിന്നെ ഇതിന് ഈ ക്ലോറിനും NH3ക്കും പറയുന്ന പേര് ലിഗാൻസ് എന്നാണ്. അപ്പോൾ ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെറ്റലുമായിട്ട് പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുത്തിട്ട് ബൗണ്ട് ചെയ്തതിനാണ് ലിഗാൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ക്ലോറൈഡ് എന്ന് പറയണം അയണൈസബിൾ അയണയാണ്. അപ്പം ഇറ്റ് സാറ്റിസ്ഫൈ ദ പ്രൈമറി വാലൻസി. അപ്പോൾ ഇതിലെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്ന സാധനം എത്ര ആൾക്കാരാണ് ഈ കൊബാൾട്ടുമായിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 6 ആളാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോർഡിനേഷൻ എൻറ്റിറ്റി. കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണ്. അപ്പോൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ആൻഡ് ലിഗാൻസ് ഫോം എ കോർഡിനേഷൻ എൻറ്റിറ്റി. അപ്പോൾ എന്താണ് ഈ, ഇപ്പം ഫോർ എക്സാമ്പിൾ COCl3NH3 thrice is a coordination entity in which the cobalt ion surrounded by 3 ammonia molecules and 3 chloride ion. അപ്പോൾ കൊബാൾട്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ്. ഇനി സെൻട്രൽ ആറ്റം ഓർ അയോൺ ഇൻ എ കോർഡിനേഷൻ എൻറ്റിറ്റി ദ ആറ്റം ഓർ അയോൺ ടു വിച്ച് ദ ഫിക്സ്ഡ് നമ്പർ ഓഫ് അയോൺസ് ന്യൂട്രൽ മോളിക്യൂൾസ് ആർ അറ്റാച്ച്ഡ് ഈസ് കോൾഡ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. ദ സെൻട്രൽ ആറ്റം ഓർ അയോൺ ആർ ഓൾസോ റെഫേർഡ് ആസ് ടു ലൂയിസ് ആസിഡ്. നമ്മളിത് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൂയിസ് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ മെറ്റൽ ചുറ്റുള്ള ആൾക്കാരെ അടുത്തുനിന്ന് പെയർ ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാണ്. സോ വി ക്യാൻ കോൾ ദം ആസ് ലൂയിസ് ആസിഡ്സ്. അപ്പോൾ ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഈ ഒരു കോംപ്ലക്സിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കലാണ്, ഇതിലുള്ളത് കൊബാൾട്ടാണ്, ഇതിലുള്ളത് അയണാണ്. ഇനി ലിഗാൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ദ അയോൺ ഓർ ന്യൂട്രൽ മോളിക്യൂൾ ബൗണ്ട് ടു ദ സെൻട്രൽ ആറ്റം or ion in the coordination entity are called ligands. Bound to the central atom എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, bonded to the central atom എങ്ങനെ? By giving a pair of electron. അപ്പോൾ for species to act as a ligand it can donate at least one pair of electron to the central atom. The atom of the ligand which is directly bonded to the central atom or ion is called coordination atom or donor atom. അപ്പോൾ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൂയിസ് ആസിഡ് എന്ന് മെറ്റലിനെ പറയാമെങ്കിൽ ഈ ലിഗാൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ലൂയിസ് ബേസ് എന്ന് വിളിക്കാം. അപ്പോൾ ദി ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദറ്റ് ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ടു ദ സെൻട്രൽ ആറ്റം ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇസ് കോൾഡ് ലിഗാൻസ്. അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾ ഉണ്ട്, ഇതാ നിങ്ങൾ കണ്ടാൽ മതി ഓരോന്നും. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. നമ്മൾ ക്ലോറൈഡ്, ബ്രോമൈഡ്, ഫ്ലൂറൈഡ്, അയഡൈഡ്, ഹൈഡ്രോക്സിൽ അയോൺ, സൈനൈഡ് അയോൺ, ഇതിന് തയോസൈനൈഡ് അയോൺ, പിന്നെ സൈനൈറ്റ് അയോൺ, തയോസൈനൈറ്റ് അയോൺ, സൾഫേറ്റ് അയോൺ, നൈട്രേറ്റ് അയോൺ. ഇത് NO3- ആണ്. ഇനി ടൈപ്സ് ഓഫ് ലിഗാൻസ്. അപ്പം ഇതിൽ ഈ ലിഗാൻസ് എന്ന് പറയുന്നത് പിന്നെ മോണോഡെൻഡേറ്റ്, അതായത് ഒരു പെയർ ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് പറയും. എ ലിഗാൻഡ് ദാറ്റ് ബൈൻഡ്സ് ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺസ് ത്രൂ സിംഗിൾ ഡോണർ ആറ്റം ഈസ് സെറ്റ് ടു ബി യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. അതിന് ഉദാഹരണം ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, ഹൈഡ്രോക്സിൽ അയോൺ, H2O. അതിന് 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒന്നേ കൊടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ വലത്തെ കൈ കൊണ്ട് ഒരാളെ പിന്നെ കൈ ഷേക്കാൻ്റെ കൊടുത്താൽ പിന്നെ അതേ നമ്മൾ നേരെ കാണുന്നുണ്ടെങ്കിൽ അതേ ആൾക്ക് പിന്നെ ഇടത്തെ കൈ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതൊരു സുഖം ഉണ്ടാവില്ല. അതേപോലെ ഒരു ജോമെട്രീൻ്റെ പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് H2Oയിൽ 2 പേരുണ്ടെങ്കിൽ ഒന്നേ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. പിന്നെ NH3ക്ക് ഒറ്റ പേരേ ഉള്ളൂ. സയനൈഡ്, തയോസൈനൈറ്റ് ഒക്കെ ഉണ്ട്. ബൈഡൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ 2 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഒരേ സമയത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമിനെയാണ് എന്ത് പറയുന്നത്? ബൈഡൻഡേറ്റ് ലിഗാൻഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോമുല ഉണ്ട് H2, NH2 2 അറ്റത്ത് വരും, നടുവിൽ 2 CH2 വരും. പിന്നെ വേറൊന്ന് ഓക്സലേറ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഓക്സാലിക് ആസിഡിനെ നന്നായിട്ട് അറിയാം, COOH, കൂ. അപ്പോൾ ഈ കൂലെ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഇത് 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുക COO- ആണ്. ഇതിന് പറയുന്ന പേരാണ് ഓക്സലേറ്റ്. അപ്പോൾ ഈ ഓക്സലേറ്റിന് 2 പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിൽ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിളും കാണാം. ഓരോന്ന് മനസ്സിലാക്കി വെക്കുക. അമോണിയ, ഇത് എത്തിലീൻ ഡയമീൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈസിനേറ്റ് പുതിയതാണ്. ഗ്ലൈസിനേറ്റിന് 2 പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുക്കാം. ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു NH2ഉം ഒരു COOH ഉണ്ടായിരുന്ന സാധനമാണ്. ഇതിൽ H പോയിട്ട് CO ആയി. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന് കൊടുക്കാം, ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന് കൊടുക്കാം. പിന്നെ ഓക്സലേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. ഈ ഡെൻഡേറ്റ് എന്ന് പറയുന്ന ടേം വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പല്ലുകൊണ്ട് നമ്മളൊന്ന് വിരലൊന്ന് കടിച്ചു നോക്ക്. അപ്പോൾ എത്ര പല്ല് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കടിച്ചത്? അപ്പോൾ അതുപോലെ ഈ എത്ര പല്ല് എന്നുള്ളതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ടേമാണ് എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പെയർ ഓഫ് ഇലക്ട്രോൺ കൊടുത്തിട്ട് ലിങ്ക് ചെയ്തതിനാണ്. അതിലേറ്റവും വലിയൊരു ഉദാഹരണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് EDTA4- എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. നോക്കിക്കോളൂ, ഇത് വരച്ച് ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. അപ്പോൾ അതിൽ ഇതാ ഇപ്പം തന്നെ വരച്ച് പഠിച്ചോളൂ. രണ്ടറ്റത്ത് ഇതാ COOH ആയിരുന്നു, അതിലൊരു H പോയി. ഇതാ ഇവിടെയും COOH ആണ്, ഇവിടെയും COOH ആണ്, ഇവിടെയും COOH ആണ്. ഇത് ഒരു CH2 നൈട്രജനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ നൈട്രജൻ മറ്റൊരു നൈട്രജനുമായിട്ട് ഒരു CH2 കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇനി ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും, അതും 2 ഡിഫറെൻറ്റ് ആറ്റത്തിൻ്റെ മോളാണ്. പക്ഷേ ഒന്ന് മാത്രമേ ഒരേ സമയത്ത് കൊടുക്കാൻ പറ്റൂ. സോ ദേ ആർ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് വിച്ച് കണ്ടെയ്ൻ മോർ ദൻ 1 ഡോണർ ആറ്റം. ദേ ക്യാൻ കോർഡിനേറ്റ് ത്രൂ 2 ഡിഫറെൻറ്റ് ആറ്റംസ്. ഉദാഹരണം നൈട്രേറ്റ്, സയനൈഡ്, തയോസയനൈഡ്. Nitrate ion can coordinate either through nitrogen or through oxygen atom to the central metal atom or ion. If the donor atom is nitrogen, it is written as NO2- and is called nitrito, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ N എന്നിടും. അപ്പോൾ അതായത് നമ്മൾ ഈ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ഇത് വരയ്ക്കുമ്പോൾ അതിൽ NO2- എന്നിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്ത് നൈട്രേറ്റോ ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗിവിങ് ത്രൂ ഓക്സിജൻ ആറ്റം, ഇറ്റ് ഈസ് റിട്ടൺ ആസ് ONO- ആൻഡ് ഇസ് കോൾഡ് നൈട്രൈറ്റോ. അതേപോലെ തന്നെ SCN ആണ് വരുന്നതെങ്കിൽ അതിന് 2 രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. ഒന്ന് സൾഫർ വഴി കോർഡിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജൻ വഴി കോർഡിനേറ്റ് ചെയ്യാം. അത് സൾഫർ ആറ്റം വഴിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിൽ SCN ആണ് ഇത്. അതിന് പിന്നെ വിളിക്കുന്ന പേര് തയോസൈനേറ്റോ എന്നാണ്. അത് നൈട്രജൻ വഴിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിൽ NCS എന്നാണ് അതിൻ്റെ ലിഗാൻഡിനെ കാണിക്കുക. അതിന് പറയുന്ന പേര് ഐസോതയോസൈനേറ്റോ എന്നാണ്. ഓക്കെ. ഇനി ലിഗാൻസിൻ്റെ വേറെ ഒരു രീതിയുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കോംപ്ലക്സസ് കണ്ടെയ്നിങ് കീലേറ്റിംഗ് ലിഗാൻസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ദോസ് കണ്ടെയ്നിങ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നൈട്രജൻ ഇങ്ങനെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ അത് CH2 പിന്നെ ഒരു നൈട്രജൻ എത്തിലീൻ ഡയമീൻ എന്ന് പറയും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് 2 വഴിയും കണക്ട് ചെയ്യാം. അപ്പോൾ 2 വഴിയും കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു സൈക്ലിക് സ്ട്രക്ചർ കിട്ടും. അങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ കിട്ടുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയും. സോ വാട്ട് ഈസ് കീലേറ്റിംഗ് ലിഗാൻസ്? ഡൈ ഓർ പോളിഡെൻഡേറ്റ് ലിഗാൻസ് ക്യാൻ ബൈൻഡ് ടു ദ സെൻട്രൽ ആറ്റം ത്രൂ 2 or more donor atom and forms ring complexes. Such complexes are called chelates, and such types of ligands are said to be chelating ligands. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? EDTA സ്ട്രക്ചർ വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഈസ് എ കീലേറ്റിംഗ് ലിഗാൻഡ്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ കീലേറ്റിംഗ് ഇതിൻ്റെ ചെയിന് കൂടുന്നോ അത്രത്തോളം ഒരു സ്റ്റേബിൾ ആയിരിക്കും ഈ മെറ്റൽ കോംപ്ലക്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ പോയാൽ ഇപ്പം അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു, ഈ നല്ല ചുവന്ന നിറത്തിലുള്ള കേക്ക് കാണുന്നില്ലേ? ഈ കേക്കിന് കളർ കൊടുക്കുന്ന സാധനം ലെഡാണെന്നാണ്. ഇപ്പോൾ ലെഡ് ഹൈലി പോയിസണസ് ആണ്. പക്ഷേ അവർ ഈ വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ FDA എന്നെല്ലാം പറയുന്ന കുറേ സ്ക്രൂട്ടിനൈസിങ് ടീമില്ലേ, ഈ ഫുഡ് ഏജൻസികൾ,
ഫുഡിൻ്റെ ക്വാളിറ്റി നോക്കുന്ന ഏജൻസികളില്ലേ, അവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് അവരൊരു കണ്ടീഷനിലെത്തി. എന്താണെന്ന് വെച്ചാൽ അവർ ലെഡ് ഫുഡിൽ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ പിടിക്കാതെ അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെഡുള്ള കോമ്പൗണ്ടിൽ അവർ കുറച്ച് EDTA കൂടി ഇടും. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ വയറ്റുന്ന എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ EDTA ലെഡുമായിട്ട് കീലേറ്റ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ കീലേറ്റ് ചെയ്യും. കീലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിസർജ്യത്തിൻ്റെ കൂടെ ഇങ്ങ് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളൊരിക്കലും നമ്മളെ വയറ് ഒരു പരീക്ഷണശാലയാക്കാൻ നിർത്താൻ പാടില്ലല്ലോ, അതല്ലേ നല്ലത്. അപ്പം ഐഡിയ ഇതാണ്. അപ്പോൾ അവരൊരു ലെഡ് പോയിസൺ തരുന്നതോടൊപ്പം ഒരു കീലേറ്റിങ് ഏജൻറ്റും കൂടി തരും.